चलती रहे जिंदगी, तुम भी चलो हम भी चले, चलती रहे जिंदगी, ना ज़मीं मंजिल ना आसमां, जिंदगी है जिंदगी, तुम भी चलो हम भी चले, चलती रहे जिंदगी. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது, அம்மா என்றழைக்காத உயிரில்லையே, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലയാളം ഓൺലൈൻ ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. നമസ്കാരം നാരായണൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. തമിഴ്, ഹിന്ദി അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? സ്പെഷ്യലിസ്റ്റ് എന്നല്ല, എൻ്റെ ഫേവറേറ്റ് സോങ്സ് തമിഴ് ഹിന്ദിയുമാണ് ഞാൻ പാടുന്നത്. എൻ്റെ ജേണൽ കറക്റ്റായിട്ട് വരുന്ന അതാണ്. എന്തുകൊണ്ടാണ് ഒരു മലയാളി ഈ രണ്ട് ലാംഗ്വേജിലുള്ള പാട്ടുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിൽ തന്നെ പാടുകയും ചെയ്യുക എന്ന് പറയുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട്? അങ്ങനെയൊന്നുമല്ല, ഞാൻ ഗാനമേള അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഞാൻ പാടി തുടങ്ങിയപ്പോൾ കേരളത്തിൽ കൂടുതലും മലയാള പാട്ടുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഓക്കെ, പാടാൻ ഇല്ലാത്ത പോർട്ട്ഫോളിയോ ആയിരുന്നു തമിഴ് ഹിന്ദി. അപ്പം ഞാൻ അതിലേക്ക് കയറി പിടിച്ചപ്പം ഞാനൊരു വൺ മാൻ ഷോ ആയിരുന്നു ആ സമയത്ത്. ഐ എം ടെല്ലിങ് അബൌട്ട് 1980s. ആ സമയത്ത് അവിടെയൊക്കെ തമിഴ് പാടാനൊന്നും തിരുവനന്തപുരത്ത് ആരും ഇല്ല, നല്ലോണം പാടാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു സ്കോപ്പായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഇളയരാജ അറേഞ്ച് ചെയ്തു, SPB ഇളയരാജയും എല്ലാവരും കൂടെ ചെന്ന്, അതുകൂടെ കിഷോർ കുമാർ, മുഹമ്മദ് റഫി. അപ്പം ഐ ഗോട്ട് ഹോൾഡ് ഓഫ് ദാറ്റ്. അതിലാണ് ഞാൻ ആ രീതിയിലോട്ട് അങ്ങ് പോയത്. മലയാളം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ പാടാൻ. ഈ ലാംഗ്വേജിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ലാങ്. സാധാരണ മലയാളികൾക്ക് എല്ലാ ഭാഷയും വഴങ്ങും, എന്നാലും ഈ പാട്ടൊക്കെ പാടുക, അതും ജനപ്രിയങ്ങളായിട്ടുള്ള പാട്ടുകൾ ഹിന്ദിയും തമിഴും പാടുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു സ്ലാങ്, അതിന്റെ ഒരു ആക്സെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ഫ്ലേവർ, അതെങ്ങനെയാണ് വഴങ്ങുന്നത് നാക്കിന്? തമിഴ് എന്ന് വെച്ചാൽ തമിഴ് എൻ്റെ ലാംഗ്വേജ് ആണ്, എൻ്റെ മദർ ടങ് തമിഴാണ്. മാത്രമല്ല തമിഴ് ബ്രാഹ്മിനാണ്. എനിക്ക് വായിക്കാനും എഴുതാനും അത് ഒറിജിനൽ ബ്രാഹ്മിൻ തമിഴ് എന്ന് പറഞ്ഞാൽ അതൊരു തമിഴല്ല ശരിക്കും. പക്ഷെ ഞാൻ ഒറിജിനൽ തമിഴ് നോവൽസ്, ചാണ്ടിയൻ്റെയും മറ്റേ പാവൈ വിളക്ക്, വീരത്തിരുമകൻ ഒക്കെ വായിച്ച് കൊച്ചിലെ മുതൽ വായിച്ച് ശീലിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഒറിജിനൽ തമിഴ്, അന്ന് ശിവാജി ഗണേശന്റെ സിനിമയ്ക്ക് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പരാശക്തി, ഇതൊക്കെ നല്ല തമിഴ്. ആ നല്ല സെന്തമിഴ്, ആ തമിഴ് കേട്ടാണ് ഞാൻ ഈ തമിഴ് പാട്ട് അതിന്റെ സ്ലാങ് ഉപയോഗിച്ച് പാടാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ ഹിന്ദിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ഇൻ മുംബൈ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഗസൽ പഠിക്കണം എന്നൊരു മോഹം ഉണ്ടായി. പഠിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ 3-4 മാസമേ പോയുള്ളൂ. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അവിടെ ആൾക്കാരുടെ അതിൻ്റെ ഒരു ആക്സെന്റ്, കുറച്ച് ദിവസം ഇരുന്നുള്ളൂ, പക്ഷെ ആ കുറച്ച് ദിവസം ഇരുന്നതിൽ എനിക്ക് ഹിന്ദി ആക്സെന്റ് എനിക്ക് വഴങ്ങി, അത് നന്നായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഹിന്ദിയും കൂടെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് വന്നത്. ഇടയ്ക്കൊരു കുസൃതി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്, ഒരു കൗതുകം. അതായത് സെന്തമിഴ്, ശിവാജി ഗണേശൻ ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും അത്തരത്തിലൊരു ഡയലോഗ് 4 വരി പറയാൻ സാധിക്കുമോ? മെമ്മറിയിലുണ്ടോ? ഉണ്ട്. അല്ല, തിരുവിളയാടലോ അങ്ങനെ എന്തെങ്കിലും? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. യെസ്, അതൊരു, കാരണം പാട്ടിന്റെ ജേണിയാണ് ഈ എപ്പിസോഡ് എങ്കിലും ഒരു വെറൈറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു 4 വരി ഡയലോഗ്. கிஸ்தி வரி வட்டி, வானம் பொழிகிறது பூமி விளைகிறது, உனக்கேன் கொடுப்பது கிஸ்தி, நீ வயலுக்கு வந்தாயா, நாட்டு நட்டாயா, கிளை வரைத்தாயா, குஞ்சு வாழும் எங்குல பெண்களுக்கு மஞ்சள் அரைத்து பணிவிடை செய்தாய், மாமனா மச்சானா மானங்கட்டுவனே, ஏன் கொடுக்கணும் கிட்டி, யாருக்கு കൊടുക്കണം കിട്ടി. ഇത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അടിപൊളി. അതുപോലെ വസന്തമാളികയിലെ ഒരു ഡയലോഗ്, അതും ഇതുപോലെ ഒരു സൂപ്പർ ഡയലോഗ്. എൻ വസന്ത മാളികയപ്പാ, என் இழரசி தவிழ்ந்து நடமாடும் தாமர பொய்கையைப்பார், ஆண்டவன் மட்டும் எனக்கு இறகை கொடுத்திருந்தார், ஆகாயத்தில் மின்னும் 3,000,000 நட்சத்திரங்களையும் இங்கே கொண்டு வந்து தோரணம் கட்டி தொங்க விட்டிருப்பேன், சிறகில்லையே
ഓ അടിപൊളി. ഇതാണ് അതിന്റെ മനസ്സിലുള്ള ഡയലോഗുകൾ. എനിക്ക് തോന്നുന്നു ഔദ്യോഗികമായി SBTയിലായിരുന്നു. അതെ അല്ലേ? എത്രാമത്തെ വയസ്സിലാണ് ജോലിക്ക് കയറിയത്? ഞാൻ ജോലി കയറിയത് 21ാമത്തെ വയസ്സ്. 21ാമത്തെ വയസ്സില്. അതായത് MSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അത് പാസ്സായ ഉടനെ തന്നെ എല്ലാവരും PhDക്ക് പോകണം, ഡോക്ടറേറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആക്ച്വലി ജോലി കിട്ടിയത് ക്ലർക്കായിട്ടാണ്. ബാങ്ക് ടെസ്റ്റ് എഴുതി? ബാങ്ക് ടെസ്റ്റ് എഴുതി. BSRBയുടെ ആദ്യത്തെ ടെസ്റ്റ് ഞാൻ 77 ടെസ്റ്റ് എഴുതി ബാങ്കിൽ കിട്ടി. മതി, ഇനിയിപ്പോൾ പഠിക്കാനൊന്നും വേണ്ട, മാത്സ് ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ, അത് പഠിച്ചതിരിക്കട്ടെ, ഞാൻ ബാങ്കിലേക്ക് കയറാന്ന് പറഞ്ഞ് ക്ലർക്കായിട്ട് കയറി. അവിടെ നിന്ന് ഐ ഗോട്ട് പ്രൊമോട്ടഡ്. എനിക്ക് തോന്നുന്നു ഈ ഔദ്യോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അല്ലേ? നോർത്ത് കുറച്ച് വളരെ ഒരു ട്രെയിനിങ് പീരീഡ്. ഹിന്ദി ഒരു ആക്സെന്റിന്റെ ഒരു വരവ് എങ്ങനെയാണെന്ന് തപ്പാനുള്ള ഒരു ശ്രമമായിരുന്നു. ഞാൻ വിചാരിച്ചു ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിലോ മറ്റോ വർക്ക് ചെയ്ത് അങ്ങനെ. ഇല്ല, ഗസല് പഠിക്കാൻ പോയെന്ന് പറഞ്ഞു. അതെപ്പോഴായിരുന്നു? ജോലി കിട്ടിയതിന് ശേഷമാണ്. ജോലി കിട്ടിയതിന് ശേഷം ബോംബെ പോയപ്പോൾ അവിടെ മുഖർജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ബോംബെയിൽ പോസ്റ്റിംഗ് ആയിരുന്നു. ബോംബെയിൽ പോസ്റ്റിംഗ് അല്ല, ഒരു ട്രെയിനിങ് പോസ്റ്റിംഗ് എന്ന് പറയും, ഒരു 4 months. അവിടെ ഇരുന്നപ്പോൾ അവിടെ മുഖർജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വെച്ചാൽ നമ്മുടെ ഹരിഹരൻജിയൊക്കെ ബോംബെ ചെന്നാണ് ഗസലൊക്കെ പഠിച്ചത്. ഗസലൊക്കെ പഠിക്കണമെങ്കിൽ 5-6 കൊല്ലത്തെ പ്രാവീണ്യം വേണം. അവിടെ ചെന്ന് ജസ്റ്റ് അതിന്റെ ഒരു നൊട്ടേഷൻസും നോട്ട്സും ആക്സെന്റും ഒക്കെ പഠിക്കാൻ വേണ്ടി പോയി. അതെനിക്ക് കിട്ടി. നേരെ തിരിച്ചു വന്നു. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ കുറേ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് കന്നഡമാണ് അവിടെ ലാംഗ്വേജ്. മലയാളീസും ഉണ്ട്, പക്ഷെ ഹിന്ദി ചെല്ലും. ഹിന്ദി എവിടെ ചെന്നാലും നമുക്ക് ഹിന്ദി സംസാരം. അതുപോലെ ഹൈദരാബാദ് ഹിന്ദി പോകും. പിന്നെ ബാങ്കിലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്, അവരൊക്കെ എക്സ് സർവീസ്മെന്നാണ്. അവർ ഹിന്ദി സംസാരിക്കും. ഇവരുടെ അടുത്തൊക്കെ ഞാൻ ഹിന്ദി സംസാരിക്കും. അങ്ങനെയാണ് എനിക്ക് ഹിന്ദി ഒരു പ്രാവീണ്യം കിട്ടിയത്. ഗസല് 4 മാസം ട്രെയിനിങ്ങിന് പോയപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഗസലും നന്നായിട്ട് പാടുമല്ലോ വേദികളിൽ? പാടും, പക്ഷെ ഗസൽ അല്ല ഞാൻ ആക്ച്വലി പഠിച്ചത്. ഹിന്ദുസ്ഥാനിയുടെ വരവും പോക്കും. അങ്ങനെ ഹിന്ദുസ്ഥാൻ നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ സരിഗമ പദനിസ സനിതപ്പ മകരിസ. പക്ഷെ ഹിന്ദുസ്ഥാനിൻ്റെ അങ്ങനെയല്ല. അവർ സാ നടത്തി കഴിഞ്ഞാൽ ആ സാ ഒരൊറ്റ നോട്ട് പിടിക്കും. ഇപ്പൊ സ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ സരിഗമ പദനിസ സനിതപ്പ മകരിസ തന്നെ 1 മാസം പഠിപ്പിക്കും. അങ്ങനെ അതുകൊണ്ട് അവർ ഈ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിച്ചുറപ്പിച്ചാണ് ഹിന്ദുസ്ഥാനിയിൽ പോകുന്നത്. അതിന്റെ ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ സ്വയമേ പഠിച്ചാണ് ഗസലൊക്കെ. സ്വന്തമായിട്ട് പങ്കജ് ഉദാസിന്റെ പാട്ടാണ് ആദ്യം പഠിച്ച് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ജഗദീഷ് സിംഗ്, ഗുലാമിലി റീസെന്റ് ആയിട്ടാണ് ഗുലാമിലി, പിന്നെ തലത്ത് അസീസ്, മേഹദി ഹസൻ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കജ് ഉദാസിന്റെ ഒരു 4 വരി ഗസൽ പാടാമല്ലോ. दीवारों से मिलकर रोना अच्छा लगता है, हम भी पागल हो जाएंगे ऐसा लगता है, दीवारों से मिलकर रोना अच्छा लगता है, हम भी पागल हो जाएंगे ऐसा लगता है, दीवारों से. ഇവിടെ ഈ സ്കൂളിങ്ങും ഈ കോളേജ് സ്റ്റഡീസും ഒക്കെ എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എവിടെയായിരുന്നു? ഞാൻ മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് SLC മോഡൽ സ്കൂൾ പാസ് കഴിഞ്ഞ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ സമയത്ത് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പാട്ട് ശരിക്കും പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേഷൻ ഏകദേശം ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ, അല്ലാതെ കോളേജിലെ ബെഞ്ച് തട്ടിയും അവിടെ ഒരു ആർട്സ് ക്ലബിനൊക്കെ പാടാൻ പറയാൻ പാടും. ഗാനമേള എന്ന് തുടങ്ങിയത് 77-78. തുടക്കം ആരുടെ കൂടെ ആയിരുന്നു? ഏതെങ്കിലും ട്രൂപ്പ്? ആദ്യം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, മനോഹർ എന്ന് പറഞ്ഞു. ബാങ്കിൽ വർക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ റിതംസ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര തുടങ്ങി. റിതംസ് വളരെ ഫേമസ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു റിതം. അപ്പൊ റിതംസിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഓർക്കസ്ട്രയൊക്കെ ആരെങ്കിലും തട്ടിക്കൂട്ടി വരുത്തും, സൗണ്ട് സിസ്റ്റം വരും. അപ്പൊ അന്ന് ട്രിവാൻഡ്രത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ് മ്യൂസിക് ക്ലബ്, ശിവഗിരി ശാരദ കലാസമിതിയൊക്കെ വലിയ ഓർക്കസ്ട്രകളാണ്. അവർക്ക് ഇല്ലാത്ത ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് കിട്ടും, നമ്മളങ്ങ് പാടും. അതിനുശേഷം ഈ 2 പേരിൽ ഒരാൾ ഹിന്ദിയും തമിഴും, ഏത് 2 പേരും ഹിന്ദിയും തമിഴും.
മലയാളം ഞങ്ങളുടെ മനോഹറും ഹിന്ദി മനോഹരം ഹിന്ദി ഞങ്ങളുടെ മലയാളം ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഇല്ല. അത് സ്പെഷ്യലായിരുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ പുള്ളി അങ്ങ് അമേരിക്ക. അപ്പൊ വേറെ ചോദിച്ചിട്ട് ആ സമയത്ത് ഹിന്ദിക്കും തമിഴിനും ഈ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ടോ? ഒത്തിരി പേരുണ്ട് ട്രിവാൻഡ്രത്ത്, കേൾക്കാൻ ആളുണ്ട്. തമിഴ് ഹിന്ദി ആ ഏരിയ പറഞ്ഞ ശ്രീവരാഹം, കരമന, തെക്കാട് ഇവിടെയൊക്കെ കേൾക്കും. അല്ല ഉൾനാടുകളിൽ പോയാൽ കേട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാടി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി അമേരിക്കയിൽ പോയി. അപ്പൊ പിന്നെ ഞങ്ങള് വേറൊരു തട്ടിക്കൂട്ട ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞ ഓർക്കസ്ട്ര കേട്ടാണ്. ശ്രീനിവാസൻ, വേണുഗോപാല്, നമ്മുടെ സിനിമ പ്രൊഡ്യൂസർ ഉണ്ടല്ലേ ചാണക്യൻ, രാജീവ്, ഫോട്ടോഗ്രാഫി ബാലൻ, പിന്നെ ഈ ക്ലബിൽ ഇപ്പോഴും ഉണ്ട് ദിലീപ്, ഞങ്ങളൊക്കെ കൂടെ ചേർന്നാണ് ഒരു ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലെ മെയിൻ സിംഗർ എന്ന് പറയുന്നത് വേണുവാണ്, ജി വേണുഗോപാൽ. ഹിന്ദി പാടുന്നത് ശ്രീനിവാസൻ. പുള്ളി കിഷോർ കുമാറിന്റെ പാട്ട് അതിഗംഭീരമായിട്ട് പാടും, ഇപ്പോഴും പാടുന്നുണ്ട്. പുള്ളി സിനിമയിലൊക്കെ പോയി. തമിഴ് പാടുന്നത് ഞാനാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞാനൊരു 1 ഇയർ. അത് കഴിഞ്ഞ് ഇയാള് മറ്റേ ബിറ്റ്സ് പിന്നാലിയിൽ എഞ്ചിനീയറിംഗ് കിട്ടി, ശ്രീനിവാസങ്ങ് പോയി, വേണുവിന് ഇവിടെ കിട്ടി, ARൽ കിട്ടി, ഞാൻ ബാങ്കിലായി. അത് വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം ഐ ജോയിൻഡ് ഇൻ വോയിസ് ഓഫ് യു. ട്രിവാൻഡ്രത്തെ പഴയൊരു ട്രൂപ്പാണ്. അത് ഒരുപാട് സിംഗേഴ്സ് വോയിസ് ഓഫ് യൂത്തിൽ പഠിച്ചവിട്ടിയാണ് മേളിൽ പോയിട്ടുള്ളത്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് എന്ന്. ഇഷ്ടം പോലെ പ്രോഗ്രാം ചെയ്തു. അത് 81 മുതൽ ഏകദേശം 86 വരെ. 86 ഗോട്ട് പ്രൊമോട്ടഡ്. 5 കൊല്ലം ട്രിവാൻഡ്രത്ത് ഇനി പോകാത്ത സ്ഥലമില്ല. ഉള്ള അമ്പലങ്ങളും അവിടെ ഇവിടെ 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസവും പ്രോഗ്രാം വോയിസ് ഓഫ് യൂത്ത് പിടിക്കുന്നു. അതിൽ തമിഴ് സിംഗർ, ഹിന്ദി സിംഗർ ഞാനാണ്. മലയാളം പാടാനായിട്ട് നമ്മുടെ ടെന്നീസനുണ്ട്, സൗണ്ട് സിസ്റ്റം. ടെന്നീസന്റെ ബ്രദർ പീറ്റർ മലയാളം. പിന്നെ 2-3 ഫീമെയിൽ സിംഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ 86 എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഐ ജസ്റ്റ് വെന്റ് ടു കുറ്റിപ്പുറം, ഇവിടുന്ന് ട്രാൻസ്ഫർ. 2 വർഷം ഗാനമേള ഒന്നുമില്ല. പ്രൊമോഷൻ കിട്ടി അവിടെ പോയത്. 2 വർഷം കഴിഞ്ഞ് 88 ഞാൻ തിരിച്ചു വരുന്നത്. 88 തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ സിനാറിയോ കംപ്ലീറ്റ് മാറി. പാട്ടുകാരൊത്തിരിയായി. മണക്കാട് ഗോപനൊക്കെ കയറി വന്നു. ആ സമയത്ത് 86, 87, 88 മണക്കാട് ഗോപനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്തായാലും പ്രോഗ്രാം കിട്ടണമല്ലോ, പാടാതിരിക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രത്ത് വന്നു പാടണ്ടേ. ഞാൻ നേരെ നമ്മുടെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ നിന്ന്, എന്നിട്ട് അവിടുത്തെ തിരുവാതിര ഉത്സവത്തിന് ഒരു പ്രോഗ്രാം വേണം. അപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി അവരുടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചു. നാരായണൻ ചേട്ടൻ 2-3 കൊല്ലം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോഗ്രാം ചെയ്താൽ കൊള്ളും. ചേട്ടൻ ഇപ്പം എങ്ങനെ പാടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ധാരാളം സിംഗേഴ്സ് ഇവിടെ വന്നു. എന്നാൽ ചേട്ടൻ വന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങളൊരു സ്റ്റേജ് തരാം, പക്ഷേ 2500 രൂപ തരുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ പാടുക. അന്ന് ഓർക്കസ്ട്രയ്ക്ക് മാത്രം 3000 രൂപ കൊടുക്കണം. അന്ന് ഞാൻ പറഞ്ഞ 88 ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി. ഓർക്കസ്ട്രയെ വിളിച്ചു. അപ്പം നമ്മുടെ ടെന്നീസൺ സിസ്റ്റം ഉണ്ട്. ടെന്നീസൺ പഴയ നമ്മളിവിടെ വോയിസ് ഓഫ് യൂത്ത് രാജ്യപോലെ ഇരുന്നാണ്. ടെന്നീസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ 1 രൂപ തന്നാൽ മതി, ഞാൻ സിസ്റ്റം വയ്ക്കാം. ഞാൻ അല്ലല്ല ചേട്ടൻ ആദ്യമായിട്ട് ഇവിടെ ചെയ്യുന്നു ആഫ്റ്റർ 3 ഇയേഴ്സ്, എനിക്ക് 1 റുപ്പി, ഞാൻ സിസ്റ്റം കൊണ്ടുവയ്ക്കാം. ഞാൻ ഒരു പ്രദീപ്, പിന്നെ ബൈജു എന്ന് പറഞ്ഞൊരു കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ചെന്നൈയിലാണ് വിദ്യാസാഗറിൻ്റെ കൂടെ വായിക്കുന്നത്. പുള്ളിയുടെ വൈഫ് ബിന്ദു, ശ്രീകണ്ഠേശ്വരം, ഞങ്ങളെ കൂടെ അവിടെ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് പ്രോഗ്രാം ചെയ്തപ്പോൾ അപ്പോഴിറങ്ങിയ സിനിമ ദളപതി, ചിന്നത്തമ്പി എന്ന് പറഞ്ഞ ഇറങ്ങിയ സിനിമയുടെ പാട്ടുകളൊക്കെ എടുത്ത് ഒരു 18 പാട്ട് റിഹേഴ്സൽ ചെയ്തു. ഗംഭീര പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് ശേഷം എനിക്കൊരു 13 സ്റ്റേജ് കിട്ടി. നമുക്ക് ഈ ദളപതിയിലെ ചിന്നത്തമ്പിയിലെ ഒരു 4 വരി ചേട്ടൻ സ്ഥിരം പാടുന്ന. ചിന്നത്തമ്പിയിൽ അന്ന് പാടിയത് രാക്കമ്മ കയ്യത്തട്ടക്കാണ് പാടിയത്. അത് വേറെ ഫേമസ് പാട്ടുണ്ട്. തുളിയിലേ അടവந்த വാനത്ത് വിൻവിളക്കേ, ആഴിയിലേ കണ്ടെടുത്ത അത്ഭുത ആണിമുത്തേ, തൊട്ടിൽ മേലേ മുത്തുമാല പൂവായി വിളയാട ചിന്നത്തമ്പി എസപ്പാട്, തുളിയിലേ അടവந்த വാനത്ത് വിൻവിളക്കേ. വളരെ ഫേമസ് സോങ് ആണ് അത് ആ പാടും. പിന്നെ പോമാ ഊർഗോലം അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അപ്പോൾ ചിന്നത്തമ്പി ദളപതിയിൽ പിന്നെ അന്ന് ഇറങ്ങിയത് സുന്ദരി കണ്ണാലൊരു സേതി അതൊക്കെ പാടുക. അപ്പോൾ എല്ലാം പുതിയ പാട്ടുകളായതുകൊണ്ട് അന്ന് ആ സീസൺ ഇറങ്ങിയതേ ഉള്ളൂ. ആരും ഇത് പാടി തുടങ്ങിയില്ല.
ഇഷ്ടപ്പെട്ട് 10-12 സ്റ്റേജ് കിട്ടി അവിടെ വെച്ച്. അപ്പോഴാണ് മാർക്കോസ് എന്നെ നോട്ട് ചെയ്യുന്നത്. 89 മാർക്കോസ് എന്നെ വിളിക്കുന്നു, എൻ്റെ കൂടെ പാടാൻ പറ്റും. അങ്ങനെ ജോയിൻഡ് വിത്ത് മാർക്കോസ് ഇൻ 89 ആൻഡ് 89, 90, 12 years, 2000 വരെ ഐ വർക്ക് വിത്ത് മാർക്കോസ് ടീം. പൂജപ്പുര സ്റ്റേഡിയത്തിൽ 4 തവണ പാടി. പിന്നെ മാസ്കോർ ഇവിടെ മുതൽ അങ്ങ് നീലേശ്വരം വരെ അങ്ങനെ പ്രോഗ്രാം പിടിക്കും. ഐ വെൻ ഫോർ ദ പ്രോഗ്രാം വിത്ത് മൈ ബാങ്കിങ് ജോബ്. ടഫാണ്, ഉറക്കമില്ല, വരും, അടുത്ത പ്രോഗ്രാം ചെയ്യും, പിന്നെയും പോവും. പക്ഷെ അതിലാണ് എനിക്ക് ഓൾ കേരള ഒരു ഫേമസ് ഇത് കിട്ടിയത്, ഫെമിലിയാരിറ്റി. മാർക്കോസിൻ്റെ കൂടെ പോയതിന് ശേഷമാണ്. അപ്പോൾ 2000 മാർക്കോസ് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് 2 കൊല്ലം, അതായത് 94-ലും 95-ലും 2 വർഷം ഞാൻ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗാനം വളരെ കുറച്ചേ പ്രോഗ്രാം പിടിക്കുള്ളൂ. പക്ഷെ അതിൽ ഞാനും മനീഷ എന്ന് പറഞ്ഞ സിംഗർ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇങ്ങനെ ആദ്യം വന്ന ഒരു 10-15 പാട്ട് പാടും, എന്നിട്ട് സ്റ്റേജ് ഞങ്ങൾക്ക് തന്നിട്ട് അങ്ങനെ പോകും. ഞാൻ ഈ ജയേട്ടൻ്റെ കൂടെ പോകുമ്പോഴേ ജയേട്ടൻ്റെ പാട്ട് അവിടെ അങ്ങയുടെ കൂടെ പാടാറില്ല. ജയേട്ടൻ്റെ പാട്ട് അങ്ങേരെ തന്നെ പാടും. അതിന് ശേഷം അങ്ങേർക്ക് ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറേ പ്രോഗ്രാംസ് വെച്ചപ്പോൾ നേരത്തെ പറഞ്ഞ കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി പൊത്തി വെച്ച മല്ലിക മൊട്ട്, സൂപ്പർ പാട്ടാണ്. താലാട്ട് ദേവാനം. ഇപ്പൊ ഞാൻ പറഞ്ഞ രാസാത്തി ഒന്ന് അല്ല, അതിൽ അനുപല്ലവി എന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാടുന്നുണ്ട്. നമുക്ക് ഈ ചിലപ്പോൾ വേർഡ്സിന്റെ ലിറിക്സിന്റെ ഒരു ചെറിയ ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തത് പാടിയത്. അപ്പൊ അനുപല്ലവി തുടങ്ങുന്ന ഇങ്ങനെയാണ്: കണ്ണൊരു വണ്ണക്കിളി കാത് ഒരു ഗാനക്കുയിൽ നെഞ്ചിൽ ഒരു വഞ്ചി കൊടി നീതാനമ്മ, കണ്ണൊരു വണ്ണക്കിളി കാത് ഒരു ഗാനക്കുയിൽ നെഞ്ചിൽ ഒരു വഞ്ചി കൊടി നീതാനമ്മ, തത്തി തവിഴും തങ്കച്ചിമിഴേ പൊങ്കി പെരുകും ഗന്ധത്തമിഴേ മുത്തന്തര നിത്തം വരും നക്ഷത്രം, யாரோடு இங்கே எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு, சாய்ந்தாட வேண்டும் வா வா கண்ணே, ராசாத்தி உன்ன காணாத நின்று காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மான ஒன்ன தேடுது, ராசாத்தி ஒன்ன കാണാത നെഞ്ച് കാത്താടി പോലാടുത്, കാത്താടി പോലാടുത്. സൂപ്പർ. നമ്മൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇളയരാജയെ കാണാനും ഇളയരാജ കമ്പോസ് ചെയ്തൊരു പാട്ട് പാടാനും ഒക്കെ പറ്റിയെന്ന് പറയും. പക്ഷെ പിന്നെ അതെന്തോ ഒരു അൺലക്ക് വന്നിട്ട് അല്ലേ, അതായത് ആ ഒരു ഇൻസിഡന്റ് ഒന്ന് പറയണം. ഞാൻ തമിഴ്നാട്ടില് ചെന്നൈയിൽ പോയിരുന്നു. ചെന്നൈയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴും ആ സമയത്ത് ഇളയരാജയുടെ ഒരു നിഴൽകൾ എന്ന് പറഞ്ഞ സിനിമ ഫേമസ് പാട്ടുണ്ട്. ഇത് ഒരു പൊന്മാലൈ പൊഴുത്, SPB ആണ് പാടുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് SPB അന്നില്ല. അപ്പം ഞാനവിടെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞ് സാർ ഇളയരാജ സാറ് അവിടെ ഇരിക്കുകയാണ്, ചെന്ന് മീറ്റാണ്. ഞാൻ സാർ എന്നാ അപ്പം എൻ്റെ പേര് നാരായൺ, ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇരിക്കുകയാണ്, തമിഴ് പാട്ടുകളൊക്കെ പാടും. ഓ அப்படியெல்லாம் பாடுவியா, சரி ഒരു പാട്ട് ട്രാക്ക് പാടുറിയാ. അപ്പോൾ SPB വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ട്രാക്ക് പാടാൻ പറഞ്ഞു. പാട്ടൊക്കെ തന്നു, കേട്ടു. ആ ഫുൾ സോങ് ഞാൻ ട്രാക്ക് ഈ പാട്ടല്ലേ ഇതുവരെ പൊന്മാലയപ്പോൾ ഫുൾ സോങ് പാടി. അത് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു അടുത്തൊരു പാട്ടും കൂടെ ഉണ്ട്, പൂങ്കതവേ താഴ്ത്തുക പൂങ്കതവേ. അപ്പോൾ SPB ട്രാക്ക് പാടിയ പാട്ട് SPB വന്ന് പിന്നെ പാടി. ഈ പൂങ്കതവേ ആക്ച്വലി എൻ്റെ ഇതിലാണ് സോങ് റെക്കോർഡ് ചെയ്ത് ഇറങ്ങിയത്. പക്ഷെ ആ സമയത്ത് ദീപൻ ചക്രവർത്തി എന്നൊരു പാട്ടുകാരൻ, അയാൾ ഇളയരാജയുടെ പെറ്റാണ്, പെട്ടി വരെ തൂക്കും എന്നതാണ്. പക്ഷേ എനിക്ക് ഒരു പാട്ട് ഇതിനകത്ത് തന്നിട്ട് അത് നിങ്ങൾ ഇറങ്ങി കട്ട് ചെയ്തെടുത്തില്ല. ആക്ച്വലി സ്കൂളിലുണ്ട്. സിനിമ ആദ്യം ഇറങ്ങിയപ്പോൾ എൻ്റെ പാട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അത് കാസറ്റിലൊക്കെ വന്നപ്പോൾ ദീപൻ ചക്രവർത്തിയായി. അങ്ങനെ ഒരു ചാൻസ്. ആ പാട്ടിനെ കുറിച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉള്ളിലൊരു ദുഃഖം ഇല്ലാതെ ആ പാട്ട് പാടാൻ പറ്റില്ലെന്ന് അറിയാം. അല്ല, അത് ശരിയാണ്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി ആ ട്രാക്ക് പാടിയ പാട്ട്. 2 പാട്ടാണ്. ഒന്ന് അല്ല, ട്രാക്ക് പാടിയത് പൊന്മാലൈ പൊഴുത്
இது ஒரு பொன்மாலை பொழுது நாதமகள் நாணுகிறார் வேறு உடை போடுகிறார் இது ஒரு பொன்மாலை பொழுது പല്ലവി മറ്റേ പാട്ടോടെ ഒന്ന് പൂങ്കതവേ താഴ്ത്തിരവായ് പൂങ്കതവേ താഴ്ത്തിരവായ് പൂവായ് പാവായ് പൊന്മാലേ സൂടും പൂവായ് പെൺപാവായ് പൂങ്കതവേ താഴ്ത്തിരവായ് എന്റെ കൂടെ പാടിയത് നല്ല നല്ല ഒരു വണ്ടർഫുൾ കോമ്പോസിഷൻ ഇളയരാജ. ഇപ്പോഴും അത് കേൾക്കുമ്പം ആ പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വേറെ 5-6 പാട്ടോടെ മൊത്തം പറയില്ല. അവിടെ SPB ഒക്കെ അടക്കി വാഴുന്ന സമയത്ത് മനോയ്ക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്തവര്. ആ ഒരു ലക്ക് മനോന് കിട്ടിയ ലക്ക് പോലെ ചിന്നത്തമ്പി സിനിമ എടുത്തപ്പോ SPBക്ക് സുഖമില്ല, വയ്യാതെ കിടക്കുന്നു. അപ്പോഴാണ് ഈ മനോ SPBയെ പോലെ പാടുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് മനോയ്ക്ക് അതിലേത് 2-3 പാട്ട് കിട്ടി. ഒന്ന് ഈ ഞാൻ പറഞ്ഞ തുളിയിലെ ആടവന്ന ആ പാട്ട്, പിന്നെ വേറൊരു പാട്ട് കിട്ടി പാട്. അത് ക്ലിക്കായപ്പോ ബാക്കി SPB ആണ് പാട്. ഇത് ക്ലിക്കായപ്പോ ഒത്തിരി സിനിമയില് ഇളയരാജ ചാൻസ് കൊടുത്തു ആര് മനോയ്ക്ക്. പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ രാജാ സാറ് ഈ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റും കാർക്കശ്യക്കാരനുമാണെന്നൊക്കെയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം, ട്രാക്ക് പാടാൻ? അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ പൊന്മാല പൊഴുത് ട്രാക്ക് പാടുന്ന സമയത്ത് അന്നെങ്ങനെ വെച്ചാൽ ഇതുപോലെ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുന്നതല്ല. ഇന്ന് ഓരോന്നും ട്രാക്ക് എടുത്ത് വെക്കും, അവസാനം നമ്മളെ വന്ന് നമ്മുടെ സെപ്പറേറ്റ് ട്രാക്ക് എടുക്കും. അന്ന് ഓരോ കൺസോളാണ്. ഒരു കൺസോളിൽ വയലിൻ, ഒരു കൺസോളിൽ മറ്റേ ഇത്, എന്നിട്ട് തബല ഒക്കെ ആയിരിക്കും. പാട്ടുകാർക്ക് വേറെ കൺസോൾ. അങ്ങനെയാണ്. അതിൽ ഒരു 10-15-16 വയലിനുള്ളതിൽ ഒരു വയലിൻ കല്ല് വായിച്ചാൽ മതി, സത്തം പറയും. അല്ല 4வது இருக்கிற 2வது ரோல 4வது இருக்கிறாங்க എന്തിനപ്പാ നിന്നപ്പാ വായിച്ചേ കറക്റ്റായിട്ട് പറയും. പക്ഷെ അതനുസരിച്ച് പെർഫെക്ഷനുണ്ട്. അതാണ് ഇളയരാജ എന്ന് പറഞ്ഞാൽ ഇളയരാജയാണ്. മലയാളത്തിൽ വരുമ്പോൾ അങ്ങനെ വേറെ സ്റ്റൈലിലാണ്, തമിഴിലാകുമ്പോൾ വേറെ സ്റ്റൈൽ. അതെ അതെ. അല്ല എന്നാലും ആദ്യമായിട്ട് അങ്ങനെ ഒരു ലെജൻഡറി ഒരു മ്യൂസിഷ്യന്റെ മുന്നിൽ പാടാൻ നേരത്തുണ്ടായ ഒരു അനുഭവം എന്റെ വളരെ ചെറുപ്രായത്തിലാണ്. എത്ര ഉണ്ടായിരുന്നു ആ സമയത്ത്? അന്ന് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു 27 വയസ്സ്. ആ പ്രായത്തിലാണ് അവിടെ എനിക്ക് കിട്ടിയത്. പിന്നെ എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു ചേട്ടനോടുള്ള ഒരു പെരുമാറ്റം? അങ്ങനെ വലിയ ഒരു സ്നേഹപ്രകടനം ഒന്നുമില്ല. പാട്ടുകാരൻ പിന്നെ കേരളത്തിലിരുന്ന് വന്നത് നല്ലായിരുന്നു ഇപ്പൊ അത്ര തന്നെ. അല്ല വേറെ ഒന്നും ഒരു കമന്റോ അപ്പടി പാടலாம் എപ്പടി പാടാം ഒന്നും കിടயாது. ജസ്റ്റ് ഒരു വാക്ക് ഇത്ര നല്ലായിരുന്നു. അതേപോലെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാനിവിടെ ആ സമയത്ത്, അതായത് ആക്ച്വലി ഇറ്റ് വാസ് 90s, 91, 92, 93 ആ സമയത്ത് എനിക്ക് ഒരു കാസറ്റ് ഡബ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ അത് ഇവിടെ ജോസഫ് ക്ലാസ് എന്ന് പറഞ്ഞ മധുരയിൽ ഒരു ഗിറ്റാറിസ്റ്റ് പുള്ളിയാണ് എടുത്ത് വെച്ച് ഒരു SPBയുടെ കുറേ പാട്ടുകൾ ട്രാക്ക് പാടാൻ പറ്റുമോ പാടാൻ പറഞ്ഞു. അപ്പോൾ മധുരയിൽ വെച്ചാണ്, റോസസ് സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡിങ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്, ഫണ്ട്സിലിരിക്കുകയാണ്. ഞാൻ നേരെ അങ്ങ് പോയി അവിടെ ചെന്ന് റെക്കോർഡിങ് പോയി. 8 പാട്ടുണ്ടായിരുന്നു. 8 പാട്ടും പാടി. ട്രാക്കാണ്, ഫുൾ ട്രാക്കാണ്. അതിനകത്ത് മണ്ണിലിന്ത കാതലുണ്ട്. അതുപോലെ ചിന്ന ജിറുക്കിടിയേ ആ പാട്ടാണ്. എല്ലാം നല്ല പാട്ടുകളാണ്. SPBയുടെ അന്നത്തെ നല്ല പാട്ടുണ്ട്. അപ്പം മുഴുവൻ ട്രാക്ക് എടുത്തു, കാശ് തന്നു, പോകാൻ പറഞ്ഞു. അപ്പം ഇത് ചെന്നൈയിൽ വടപഴനിയിൽ ഒരു റെഡ് സ്റ്റുഡിയോ ഉണ്ട്. ആ റെഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് വെച്ചാൽ 2 ഡ്യുവറ്റ് ഉണ്ട്. ആ 2 ഡ്യുവറ്റും പാടുന്നത് മിൻമിനിയാണ്. ചിന്നം ചെറിയ കിളിയ ഒരു പാട്ടുണ്ട്. അതുകൂടാതെ നിലാക്കായും നേരം ശരണം, ഈ 2 പാട്ടും മിൻമിനിയാണ് പാടുന്നത്. അപ്പോൾ മിൻമിനി അവിടെ വന്നു ട്രാക്ക് പാടാൻ. അപ്പോൾ ഈ പാട്ട് റെഡ് സ്റ്റുഡിയോയിൽ ഇവർ ഈ പാട്ട് ഇടയാണ്. ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജയചന്ദ്രനുണ്ട് സ്റ്റുഡിയോയിൽ. അങ്ങേര് കേട്ട് ജയേട്ട ഇത് കേട്ടിട്ട് ആരാ ഇത് ട്രാക്ക് പാടിയത്? അപ്പം ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു നാരായണൻ. അപ്പം അങ്ങേരുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്.
എന്തിനാ വെറുതെ മനുവിനാണ് വിളിച്ച് ചെയ്യാൻ പറ്റും. മനുവൊക്കെ വിളിച്ച് എന്തിനാ കാശ് കൊടുക്കുന്നത്, ഇതിനങ്ങ് സ്ട്രെയിറ്റ് ആക്കി ഗംഭീരമായിട്ട് പോകും. ഇരുകുരൽ ഗീതങ്ങൾ എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു ടൈറ്റിലും കൊടുത്തങ്ങ് സ്ട്രെയിറ്റ് ആക്കുന്നു. ചെന്നൈയിൽ നിന്ന് തന്നെ വിളിച്ച് ഫോട്ടോ ആണെന്ന് ചോദിച്ചു. അമ്മേ ഫോട്ടോയാ, ഞാൻ ട്രാക്കല്ലേ പാട്ട് അല്ല, നിങ്ങളുടെ ഇത് സ്ട്രെയിറ്റ് ആക്കാൻ വേണം. തമിഴ്നാട്ടിൽ പുഷ്പം പോലെ വിറ്റു. അങ്ങനെ ഒരു ഭാഗ്യം ജയേട്ടനുമായിട്ട് എനിക്കുണ്ട്. ജയേട്ടൻ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ മനോയെ വിളിച്ച് അടുത്ത റെക്കോർഡിങ്ങിനൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ എന്തിനാ വിളിക്കുന്നത്, ഇത് കൊള്ളാം, ഇതിനങ്ങ് സ്ട്രെയിറ്റ് ആക്കുന്നു. അങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇരുകുരകൾ, SPB ഇരുകുരൽകൾ എന്നൊരു ടൈറ്റിലും കൊടുത്ത് അയച്ചു. ഇതിലിപ്പോ ട്രാക്കില് ചേട്ടാ ഇപ്പൊ ഇടയ്ക്ക് മെൻഷൻ മണ്ണിലിന്റെ കാത്, അതൊന്ന് 4 വരി, അത് ശ്വാസം വിടാതെ കേട്ടാലും കേൾക്കണം, ശ്വാസം വിടാതെ പാട്ടാണ്. അല്ല, ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ മണ്ണിലിന്റെ കാതൽ എന്നുള്ളൊരു പാട്ട് ചാലഞ്ചിങ് സോങ് ആണ്. അതായത് ആ കംപ്ലീറ്റ് സോങ് മൂച്ചു വിടാമൽ പാടണം, ശ്വാസം വിടാതെ പാടണം എന്നുള്ളതാണ്. അപ്പൊ SPB തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ശരിക്കും ശ്വാസം വിട്ട് തന്നെയാണ് പാടിയത്. പക്ഷെ അത് തെറ്റാണ്. പുള്ളി വെറുതെ സ്റ്റേജിൽ പാടിയിട്ട് സ്റ്റേജിൽ പാടാൻ വരുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി ശ്വാസം വിടാതെ തന്നെ പാടും. ആ ശ്വാസം വിടാതെ പാടാനായിട്ട് ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കിലാണ് പുള്ളി പാടുന്നത്. എവിടെ ശ്വാസം വിടാം, എന്നിട്ട് ശ്വാസം വിടാത്ത പോലെ ആക്കാം. പക്ഷെ അന്ന് ചെറുപ്പത്തിൽ ഞാൻ ഭൂതപ്പാണ്ടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തമിഴ്നാട്. അപ്പൊ ഈ പാട്ട് എൻ്റെ അടുത്ത് പാടാൻ വന്നു. അപ്പൊ അണ്ണേ ശ്വാസം വിടാതെ இந்த പാട്ട് മൂச்சு വിടാമ പാടിന உங்களுக்கு സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. ഞാൻ ഒരു എക്സ്ക്യൂസ് ഒക്കെ ചോദിച്ചിട്ട് പാടി. മൂச்சு വിടാതെ പാടാൻ പറ്റി. 20 രൂപ നോട്ടിന്റെ ഒരു മാല എനിക്ക് അന്നിട്ടു. പക്ഷെ ഇന്ന് എനിക്ക് പറ്റുമോന്ന് അറിയാല, ഞാൻ ശ്രമിക്കാം. അത്രേ ഉള്ളൂ. ശ്വാസം വിടാതെ പാടാൻ പ്രായമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. മണ്ണിൽ இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கண்ணிப்பாவையன்றி 7 ஸ்வரம்தான் பாடுமோ, பெண்மையின்றி மண்ணில் இன்பமேதடா, கண்ணை மூடி கனவில் வாழுமானிடா, மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கண்ணிப்பாவையன்றி 7 ஸ்வரம்தான் பாடுமோ. நீங்க மூச்சு விடாமல் பாடும் தானே சொன்னது. இதுல மூச்சு MR ராதிகை அல்ல, அடுத்ததுல மூச்சு விடாத பாடணும். நான் வந்து ட்ரை பண்ணி பாக்குறேன். பாப்போம். வெண்ணிலவும் பொன்னி நதியும் கண்ணியின் துணையின்றி என்ன சுகம் இங்கு படைக்கும், பெண்மையின் சுகமின்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தம், சிந்தி வரும் பொங்கும் அமுதம் தந்திடும் குமுதம், கன்னி மகள் அருகில் இருந்தால் சுவைக்கும், கன்னி துணை இழந்தால் முழுதும் கசக்கும், விழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகம் தரும் அவள் இங்கு பிறப்பதுதான். ഇതില് SPBയുടെ ഒരു കള്ളത്തരം വെച്ചാൽ പുള്ളി പറയുന്നത് പാടി എക്സ്പീരിയൻസ് ആണ്. അതായത് വെണ്ണിലവും പൊന്നി നദിയും പാടുന്നില്ല, വെണ്ണിലവും പൊന്നി നദിയും അവിടെ എടുക്കണം, കന്നിയും സുഗന്ധി എന്ന ആ എടുക്കുന്നത് അറിയുന്നത്, സന്തനവും സംഗത്തമിഴും വീടും വസന്തം, ഈ എടുക്കുന്ന ശ്വാസം വെളിയിൽ അറിയാതെ എടുക്കണം. അപ്പൊ ആ ഒരു ചെറിയ ഒരു 1/2 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്, അതിനകത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പാടാം. ഇതാണ് ആ പാട്ടിന്റെ ഒരു ടെക്നിക്ക്. ഇപ്പോ ചേട്ടന്റെ ഒരു പാട്ട് ജേണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 50 വർഷത്തിന് മേൽ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2027 ആകുമ്പോൾ 27 ഫെബ്രുവരി ആകുമ്പോൾ 50 വർഷം, 49 വർഷം, 50 വർഷം. വലിയൊരു യാത്രയാണല്ലോ അത് along with my bank. ഈ 50 വർഷത്തെ ചേട്ടന്റെ ഈ പാട്ട് ജേണിയിൽ ഒരു സഹോദര തുല്യനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തെന്നുള്ള നിലയ്ക്കോ തോളോട് തോള് ചേർന്ന് പാടിയ ഒരു സുഹൃത്തുണ്ടല്ലോ? ഉണ്ട്, നമ്മുടെ രാധാകൃഷ്ണൻ. എം രാധാകൃഷ്ണൻ ഓൾഡ് ഇസ് ഗോൾഡ് സിംഗറാണ്. ഞാൻ രാധാകൃഷ്ണൻ ഏകദേശം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 25-30 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ, ചെഷയർ ഹോമിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാർഗിൽ മറ്റേ ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന് ആ കൂട്ടൻ്റെ കൂടെ രാധാകൃഷ്ണൻ ഉണ്ടാകും, ഞാനുണ്ടാകും. അപ്പൊ അങ്ങനെ ഉദയഭാൻ ചേട്ടൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാരായൺജി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന വന്നത്. അങ്ങനെ ഉദയഭാൻ ചേട്ടന്റെ പ്രോഗ്രാമിൽ തമിഴ് പാടാനായിട്ട് ഞാൻ അങ്ങ് കയറി. അങ്ങനെയാണ് രാധാകൃഷ്ണനായിട്ട് വന്നത്. ഇപ്പോഴും ഞാൻ രാധാകൃഷ്ണൻ കൂടെ
ഒരുമിച്ച് അല്ല, ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. സാധാരണ ഈ കലാകാരന്മാർ, പ്രത്യേകിച്ചും ഒരേ മേഖലയിൽ സഞ്ചരിക്കുന്ന കലാകാരന്മാർ തമ്മിൽ സൗഹൃദമുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പോട്ടി കാണും. അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിങ്ങള് ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, ഒരു ഫ്രണ്ട്ലി, ഒരു ബ്രദർലി ഒക്കെ ഒരു അഫെക്ഷൻ ഉണ്ട്. നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. ഈ സമയത്ത് നാരായണൻ ചേട്ടന് രാധാകൃഷ്ണൻ ചേട്ടനെ കാണുന്നത് ഒരു വലിയ സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനെ ഒന്ന് വിളിക്കാം. ഒന്ന് വിളിച്ചു നോക്ക്.